ഇതെല്ലാം കാട്ടുമാവാണ്. ഈ കാട്ടുമാവ് തന്നെ, ഈ കാട്ടുമാവിനകത്ത് തന്നെ ഇത് നല്ലപോലെ കായ്ക്കുന്ന ഒരിതാണ്. നല്ല വെറൈറ്റി മാങ്ങയാണ്. അത് ചെറിയ മാങ്ങയായിരിക്കും, പക്ഷേ പഴുത്ത് കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. അതിൻ്റെ ചുവട് കടിച്ച് ജ്യൂസായിട്ട് കഴിക്കാൻ നല്ലതാണ്. പിന്നെ അച്ചാറിടാനും, പിന്നെ അച്ചാറല്ല, കണ്ണിമാങ്ങയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് വനത്തിലുള്ള മാവിൻ്റെ സീഡ് കളക്ട് ചെയ്തുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ നമ്മൾ ബഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു 3-ാം വർഷം കായ്ക്കും. ഇതിനൊരു 7 മുതൽ 10 വർഷം വരെ പ്രായം എടുക്കും. സീഡ്ലിങ്സ് അണ്ടി സീഡിൽ നിന്ന് എടുക്കുന്നത് 7 വർഷം വരെ പ്രായം ചെയ്യും. ഇതെല്ലാം നമ്മൾ വലിയതായിട്ട് കൊടുക്കാനായിട്ട് ഇതെല്ലാം കായ്ച്ച മാവുകളാണ്. ഇത് റിസോർട്ടുകാർക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ നല്ല കായ്ച്ച, ഈ കഴിഞ്ഞ വർഷവും നല്ലപോലെ കായ്ച്ച മാവുകളാണ്. അപ്പോൾ അതങ്ങനെയുണ്ട്. ഇത് നമ്മുടെ വെങ്കനപ്പള്ളി എന്ന് പറയും. വെങ്കനപ്പള്ളിയുടെ വലിയ സൈസാണ്. ആ മാങ്ങ ഒത്തിരി മുഴുത്ത മാങ്ങയാണ്, നല്ലപോലെ കായ്ക്കും. പിന്നെ നമുക്കിത് നീലം മാങ്ങ, നമ്മുടെ തനത് നീലം മാങ്ങയുണ്ട്. അമരപ്പള്ളി എന്ന് പറയുന്ന മാങ്ങയുണ്ട്. നല്ല ടേസ്റ്റും നല്ല ഇതുള്ള മാങ്ങയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലപ്പാടി മാവ് നല്ല സൂപ്പർ, നല്ല ഇതുള്ളതാണ് കലപ്പാടി മാവ്. നല്ല ഇതായിട്ട് കായ്ക്കുന്നൊരു മാവാണ് ഈ കലപ്പാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിമസാഗർ എന്ന് പറഞ്ഞ മാവുണ്ട്. നല്ല ഹിമസാഗർ, അത് നല്ല ഒരു മുഴുത്ത മാങ്ങ. ഇതൊക്കെ ഓരോ സ്ഥലത്ത് ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് പിന്നെ ആ നാട്ടിൽ കണ്ടുപിടിക്കുന്ന നാടിൻ്റെ ഇതും ഒക്കെ ചെയ്ത് തരും. ഇത് പിന്നെ സേലത്ത് നിന്ന് വരുന്ന സേലം മാങ്ങയാണ്. നമ്മുടെ നല്ല ഒരു സൈസ് മാങ്ങയാണ്. അത് സോണിയ എന്ന് പറയും. അത് ഭയങ്കര ടേസ്റ്റാണ് ആ മാങ്ങയ്ക്ക്. പിന്നെ സോണിയ ഒരു ഡെവലപ്പ് ചെയ്തപ്പോൾ സോണിയ എന്ന് പേരങ്ങ് കൊടുത്തന്നേ ഉള്ളൂ. ഇത് സിന്ദൂരം എന്ന് പറയും. ഈ മാങ്ങയുടെ തൊലിക്ക് നല്ല ചുവപ്പായിരിക്കും, അകത്ത് നല്ല ചുവപ്പായിരിക്കും. പിന്നെ ഇത് ബംഗ്ലോറ എന്ന് പറയും. ഈ മാവിന്. ബംഗ്ലോറ മാവ് നല്ലൊരു വെറൈറ്റി മാവാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. മാങ്ങ എല്ലാം വിളഞ്ഞ് പഴുക്കുകയാണെങ്കിൽ ഉരുതപ്പെട്ട മാവെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അതൊക്കെ നല്ല ഇതാണ്. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ മൽഗോവ നല്ല ടേസ്റ്റാണ്, അറിയാമല്ലോ സാധാരണ മൽഗോവ. അപ്പോൾ തന്നെ അൽഫോൺസ് നമ്മുടെ നല്ല ടേസ്റ്റുള്ള മാങ്ങാണ്. ഇത് നാസിപ്പസൻ എന്ന് പറയും. നാസിപ്പസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിൽ നിന്നൊക്കെ വരുന്ന മാങ്ങയാണ്. ഇവിടെ നല്ലപോലെ പിടിക്കും. പിന്നെ അത് തായ്ലൻഡ് മാവ്, ആൾ സീസൺ. ഇതിൽ 12 മാസം മാങ്ങ കായ്ക്കും. ഇത് വെള്ളരിയാണ്, നമ്മുടെ കേരളത്തിൻ്റെ തനത് മാവാണ്. ഇത് അന്യം നിന്ന് പോയതാണ്, ഇപ്പോഴും ധാരാളമായിട്ട് ഇതുണ്ട്. ഇത് നല്ല പച്ചയ്ക്കും തിന്നാൻ നല്ല ടേസ്റ്റുണ്ട്. ഇത് ചക്കര തേമാവെന്ന് പറയും. അസൽ ചക്കരയുടെ ടേസ്റ്റായിരിക്കും. പിന്നെ അതും ഈ പറഞ്ഞ പോലെ തന്നെ മൂട് കടിച്ച് നല്ലപോലെ കഴിക്കുകയും ചെയ്യാം. നല്ല ഇതുള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ ചക്കര തേന്മാവ്. പിന്നെ നമ്മുടെ ഇത് കോട്ടുകോണം എന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫേമസ്. നല്ല വിലയുള്ള മാവാണ്, നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇത് ബ്ലാക്ക് മാവ് എന്ന് പറയും. ഈ ബ്ലാക്ക് മാവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊണ്ടും ഇതിൻ്റെ ഞെടുപ്പും ഇതിൻ്റെ ഇലയും ഇതിൻ്റെ തടിയും അകത്തെ മാംസമൊക്കെ മാംസളമായിട്ട് ഭാഗങ്ങളെല്ലാം നല്ല കറുപ്പ് കളറായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂവാണ്ടൻ, നമ്മുടെ തനത് കേരളത്തിൻ്റെ, അത് നല്ലപോലെ കായ്ക്കുന്നൊരു മാവാണ്. പിന്നെ റിലയൻസ് റെഡ് എന്ന് പറയുന്ന മാവ്. ഇത് കായ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് തൊലിയും കായും അകത്തെല്ലാം നല്ല ചുവപ്പ് കളറായിരിക്കും, അകവും പുറമല്ല. ഇത് ജഹാംഗീർ എന്ന് പറഞ്ഞൊരു വടക്കേൻ്റെ മാവാണ്. ഇത് ഇവിടെ നല്ലപോലെ കായ്ക്കും. ആൾ സീസണെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ദശരഥി. ഈ മാങ്ങയ്ക്ക് വലിയ സ്മെല്ലും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ്. അധികം ഒരു മീഡിയം സൈസ്, അധികം വലുതാകാത്തൊരു മാവാണ്. ഇത് ചന്ദ്രക്കാരൻ എന്ന് പറയുന്ന മാവാണ്. ചെറിയ മാവാണ്, എന്നാൽ ധാരാളം ഇതുണ്ടാവും. ചെറിയ മാവാണെങ്കിൽ ധാരാളം ഇതിൽ പിടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ അച്ചാറിടാനും കൊള്ളാം. ഇതിൻ്റെ മൂട് കടിച്ച് ജ്യൂസായിട്ട് കഴിക്കാൻ കൊള്ളാം. ഇത് നമ്മുടെ കുളമ്പ് മാവ്. ഇത് കുളമ്പെന്നറിയപ്പെടുന്ന അവിടെ നിന്ന് വന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഏതായാലും ഈ മാങ്ങ ഇച്ചിരി നീളവും നല്ല ടേസ്റ്റുള്ള മാവാണ്. പിന്നെ കോശ്ശേരി എന്ന് പറയുന്ന മാവുണ്ട്. അത് ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കേരളത്തിൽ ആണ്. ഇത് പ്രിയോർ എന്ന് വെച്ചാൽ നമ്മുടെ കുര്യക്കൗസല്യ സച്ചൻ പഴയ കാലത്ത് കപ്പലിൽ പോയി 1850 കാലഘട്ടത്തിൽ കപ്പലിൽ കൊണ്ടുവന്നോടെ പിടിപ്പിച്ചാണ്. ഇത് പേരയ്ക്കാമാവെന്നും പറയും. ഈ അത് നമ്മൾ ആ പറമ്പിൽ മാവ് വയ്ക്കുന്ന ആ പ്രദേശത്തെ ചിലവനുസരിച്ചുള്ള മാവ് വയ്ക്കുന്നതാണ് നമുക്ക് കമേഴ്ഷ്യലായിട്ട് നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ ഏത് മാവ് വെച്ചാലും കുഴപ്പമില്ല, എല്ലാ മാവും വയ്ക്കാം. അത് നമുക്ക് പല രീതിയിൽ മാവ് വയ്ക്കാം. സാധാരണ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഇതനുസരിച്ച്, ഇവിടുത്തെ ഇതനുസരിച്ച് നമ്മളിപ്പോൾ കേരളത്തിൽ സാധാരണ ചെയ്യുന്നത് 100 മാവ് വരെ വയ്ക്കാം. പക്ഷേ ഒരു 650 മാവ് വരെ നമുക്ക് ഇതിൽ വയ്ക്കാം. ശാസ്ത്രീയമായിട്ട് അതിനകത്ത് പൊക്കം കട്ട് ചെയ്ത് നിർത്തിയിട്ട് ജൈൻ ഇറിഗേഷൻകാർ ചെയ്യുന്നുണ്ട്. കർണാടകത്തിലൊക്കെ പല സ്ഥലത്തും 800 മാവ് വരെ വെച്ച സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലാവും 750-600 പ്ലാവ് വരെ വയ്ക്കാം. അത് ഈ പറഞ്ഞ പോലെ എല്ലാം അതിൻ്റെ ഫീഡിങ് വളവും മെഡിസിനെല്ലാം ഈ ട്രിപ്പ് ഇറിഗേഷനൊക്കെ തന്നെ കൊടുത്ത് അധികം പൊക്കം വരാതെ നമ്മളതിനെ വെട്ടി നിർത്തുകയാണെങ്കിൽ നമുക്ക് അത് മാങ്ങ പറിക്കാം. മെയിൻ്റനൻസ് ഒന്നും കൂടുതലല്ല, കൃത്യമായിട്ട് നോക്കിയാൽ പിന്നെ തെങ്ങിൻ്റെ അത്ര മെയിൻ്റനൻസ് ഇതിനൊന്നുമില്ല.
ഒരു വർഷം ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ അതിന് സീസണിൽ മരുന്നടിക്കണം. ഇതിന് ഫംഗസ് വരാതെ മരുന്നടിക്കണം. പിന്നെ മറ്റേ ഫംഗസ് കൂടാതെ തന്നെ ഈ ഇതുണ്ട്, പിന്നെ ഇൻസെക്ട്സ് വരാതെ മരുന്നടിക്കണം. പിന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അതിന് നമുക്ക് കായ്ക്കാനും പൂക്കാനുള്ള മരുന്നടിക്കണം. അങ്ങനെയൊക്കെ നോക്കി കൃത്യമായിട്ട് കുമ്മായവും കാലിവളവും പിന്നെ ഈ വളമൊക്കെ കൊടുത്ത് വെള്ളവും കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് കായ്ക്കും.